സുഹൃത്തുക്കളെ, ഇന്ന് തികച്ചും വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ട് വന്നേക്കണം. ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുക. ആരാന്നല്ലേ, ആൻഡമാനിൽ തന്നെ ഫേമസ് ആയ ഒരു റാപ്പറുണ്ട്. ആളുടെ പേര് വിശാൽ എന്നാണ്. ആളൊരു പഞ്ചാബിക്കാരനാണ്. പഞ്ചാബിൽ നിന്ന് ഇവിടെ വന്ന ഒരു സെറ്റിലായ കുറച്ച് ടീംസാണ് അവർ. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആൾക്ക് നമുക്കൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാനാണ് പോകുന്നത്. 6 മാസം മുമ്പ് ഒരു പ്രോഗ്രാമിൽ വെച്ചാണ് ഞാൻ ആളെ കണ്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ആൾ അന്ന് തന്നെ സ്റ്റുഡിയോയിലേക്ക് വിളിച്ചിട്ടുണ്ടായി. അന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ എൻ്റെ വർക്കൊക്കെ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ആൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് ഒരുമിച്ച് പാട്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇരുന്നത്. പക്ഷേ ഞാൻ ജോലി തിരക്ക് കാരണം എനിക്ക് ഒന്നിനും സമയം ഉണ്ടായില്ല. ഞാൻ അന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായി, ഇനി എന്തെങ്കിലും ഞാൻ ആൻഡമാനിൽ ജോലി അല്ലാതെ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ കാണാൻ വരാം എന്ന് പറഞ്ഞിട്ടാണ് അന്ന് പോയത്. ഞാൻ ആൻഡമാനിൽ ഏകദേശം 6 മാസത്തിനടുത്താണ് ജോലി ചെയ്തിട്ടുള്ളെങ്കിലും എനിക്കിവിടെ കുറേ ആൾക്കാരെ അറിയാം. ഞാൻ പരിചയപ്പെടുന്ന എല്ലാവരുമായിട്ട് നല്ല രീതിയിലാണ് ഞാൻ കണക്ഷൻസ് വെക്കാൻ. സത്യം പറഞ്ഞാൽ മറ്റൊരു നാട്ടിൽ പോയിട്ട് ലോക്കൽ സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം. അപ്പോൾ നമ്മൾ അവൻ്റെ സ്റ്റുഡിയോയിലെത്തി. ഇത് കാർബിൻ ചൗക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അവൻ്റെ സ്റ്റുഡിയോ ഉള്ളത്. പിന്നെ സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്കൊരു സർപ്രൈസ് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അവൻ ഒരിക്കലും അറിയില്ല ഞാൻ വരണ കാര്യം, ജോലി നിർത്തിയ കാര്യം ഒന്നും അവൻ അറിയില്ല. കാലാപാനി എന്നാണ് ഇവൻ്റെ സ്റ്റുഡിയോയുടെ പേര്, കാലാപാനി റെക്കോർഡ്സ്. സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് നോക്കാം അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന്. दीदी विशाल इज देयर, विशाल है. കാണുമ്പോൾ റിയാക്ഷൻ എന്തായിരിക്കും നോക്കാം. भाई और भाई फुल हिप हॉप बन गया, फुल हिप हॉप बन गया एकदम भाई. क्या बात है, कैसे हो? बढ़िया यार. आप कैसा है? बढ़िया. क्या चल रहा है अभी? अभी यूट्यूब वही तो बोला यार. कोई देखा तो लग रहा है हिप हॉप लिखता हुआ. सही है. तो बोलो मैं कौन है? तुम भूल गए? नहीं भाई याद है, काम याद है, नाम भूल गया. योर काम याद है, काम मतलब वर्क. योर वर्क आई नाउ. योर वर्क इज बिग and talented full rapper. अभी समझ गया. नहीं याद है पर नाम भूल गया. नाम मेरा इसमें बेसिल. हाँ नाम भूल गया. वही बोला. अच्छा. अरे अभी ना पूरा काम चल रहा है भाई. हम अभी आए थे, साथ अब्बा बीमार था. इसका प्रोजेक्ट चल रहा है मेरा, ये वो शूट वूट मेरा, ये मार्केटिंग करता होटल का. होटल आप लोग गेट पे पता है ना, हम डालते रहता. तो वो उसका पर मार्केटिंग लेके रखा है ना. तो जाना आना लगे रहता पूरा सब काम. Guys, ഇതാണ് നമ്മുടെ ആൻഡോന്റെ റാപ്പറാണ് കേട്ടോ. പേര് MC വിഹു എന്നാണ് പേര്. പുള്ളിയുടെ പേര് വിശാലാണ്. കേരള. ओके 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 सही है यार. बढ़िया. तू GoPro वाला शूट है एकदम. नहीं GoPro नहीं, ये 360 वही 360 ना, Insta 360. യെസ്. ओके ओके ओके. ഗൈസ്, അപ്പോൾ ഞാൻ അവിടെ ആൻഡോന്റെ നേരത്തെ വന്നപ്പോൾ കണ്ട് പരിചയപ്പെട്ട ഒരു ചേട്ടനാണ്. പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല രീതിയിൽ റാപ്പ് ചെയ്യും. പുള്ളിക്കാരൻ സർപ്രൈസ് റെക്കോർഡ് ചെയ്യുന്ന. പിന്നെ കാലാപ്പാനി റെക്കോർഡ് എന്നാണ് ഈ സ്റ്റുഡിയോന്റെ പേര്. ആൻഡമാനിൽ ഒരേ ഒരു സ്റ്റുഡിയോ ഉള്ളൂ ഇവിടെ. സംഭവം പുള്ളിക്കാരുടെ സർപ്രൈസ് ഈ വഴി പോയപ്പോ ചുമ്മാ കയറിയതാ. പുള്ളിയൊരു സ്റ്റുഡിയോ ഉണ്ടോ? ഇതാണ് പുള്ളിയുടെ സ്റ്റുഡിയോ. സംഭവം കുഴപ്പമില്ല. പുള്ളി ഫ്രം പഞ്ചാബ്. I am from Andaman. Only. Your home is that थोड़ा नॉर्थ का थोड़ा साउथ का मिक्स है. ഗൈസ്, ഇതാണ് കേട്ടോ. ഞാൻ അവിടെ പണ്ട് വന്നിട്ടുണ്ട് ഒരിക്കൽ റാപ്പിനെ കാണിക്കാൻ വേണ്ടിട്ട്. ജസ്റ്റ് ഒന്ന് പുള്ളിക്ക് സർപ്രൈസ് എടുക്കാൻ. അപ്പം ഞാനും അവനും കൂടി കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു. അവൻ്റെ പുതിയ വർക്കുകളൊക്കെ എനിക്ക് ഓരോന്നായിട്ട് കാണിച്ചു തരികയാണ്. സംഭവം കുറച്ച് വർക്കൊക്കെ എടുത്ത് ചെയ്യും. എങ്ങനത്തെ വർക്കെന്ന് വെച്ചാൽ ഫാമിലി ഫംഗ്ഷൻ, ഗെറ്റ് ടുഗദർ, അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും എടുത്ത് ഫോട്ടോഷൂട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇവൻ റാപ്പ് മാത്രമല്ല ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് സൈഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ഇറക്കിയ റാപ്പ് സോങ്സ് ഒക്കെ കേട്ടിട്ട് ഇവന് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടി കൊളാബ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ഇരുന്നിട്ട് അവൻ്റെ പുതിയ വർക്കായ കുറച്ച് സോങ്സ് ഉണ്ട്. അതിൻ്റെ സോങ്സൊക്കെ അവൻ എനിക്ക് കേൾപ്പിച്ചു. എല്ലാം അടിപൊളിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ വേറെ ലെവലിൽ എത്തിയിട്ട് സ്വന്തമായിട്ട് സ്റ്റുഡിയോ ഇട്ടിട്ടാണ് വർക്ക്. സംഭവം മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ എനിക്കും അവനൊക്കെ ഒരേ പ്രാന്താണ് കേട്ടോ. മ്യൂസിക് എന്ന് പറഞ്ഞാൽ വേറെ ഒരു വികാരം തന്നെ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചായ കുടിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി. ഇവിടുത്തെ ആൾക്കാരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. വിശാൽ ഇങ്ങോട്ട് പറയത് ഞാൻ ഇങ്ങോട്ട് വരുന്നത് സർപ്രൈസ് തരുന്നൊക്കെ ഒരു വീഡിയോ ആയിട്ട് എടുത്ത് പറഞ്ഞ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, എടാ ഞാനിത് ഓൾറെഡി വീഡിയോ റെക്കോർഡിങ് ചെയ്തേക്കാണ്, നീ പേടിക്കേണ്ട, എന്തായാലും ഞാനത് യൂട്യൂബിൽ ഇടുന്നത്. അപ്പം പറഞ്ഞ് ഞാനിത് യൂട്യൂബിൽ വീഡിയോ വരാൻ വേണ്ടി കാത്തിരിക്കാമെന്നൊക്കെ അവൻ പറഞ്ഞു. ഇപ്പോൾ അവനൊരു പ്രൊജക്റ്റ് എടുത്ത് ചെയ്യുന്നുണ്ട്. ഇത്തിരി വലിയ വർക്കാന്ന് പറഞ്ഞാൽ കാനഡയിലുള്ള കുറച്ച് ടീംസിൻ്റെ. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് മോഡിഫൈ ചെയ്ത് എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയൊരു റാപ്പറാണ്, നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. എൻ്റെ ആർട്ടിസ്റ്റ് നെയിം വന്നിട്ട് ലിൽ ബാസി എന്നാണ്, LILBASSZI. നിങ്ങൾ സ്പോട്ടിഫൈയിൽ അടിച്ച് നോക്കിയാൽ എൻ്റെ പേര് കാണാൻ പറ്റും. എൻ്റെ 2 സോങ്സ്. ഈ വീഡിയോ ഞാൻ വിളിച്ച് നിർത്തുകയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നമ്മൾ ആൻഡമാനിൽ ഇനി 3-4 ദിവസം കൂടി ഉണ്ടാവുകയുള്ളൂ. ബാക്കിത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇനി അടുത്ത സ്ഥലത്ത് പോയിട്ടായിരിക്കും കാണുക. അപ്പോൾ എല്ലാവർക്കും ബൈ.